നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞാനിപ്പോൾ നടക്കുന്നത് എയർപോർട്ട് ലോഞ്ചായ ബിസിനസ് ക്ലാസ്സിൻ്റെ എയർപോർട്ട് ലോഞ്ചിലേക്കാണ്. ഇതാണ് എയർപോർട്ട് ലോഞ്ചിൻ്റെ ഉൾഭാഗം. ഞാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് 2 രാജ്യങ്ങളാണ്. ആ 2 രാജ്യം ഏതൊരു മനുഷ്യനും പോകാൻ ആഗ്രഹിക്കുന്ന 2 രാജ്യങ്ങളാണ്. അതിലാദ്യത്തെ രാജ്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ആ രാജ്യം ആദ്യം എല്ലാവർക്കും ഒരു ഭയമായിരുന്നെങ്കിൽ ഇന്ന് ആ രാജ്യത്തോട് എല്ലാവർക്കും ബഹുമാനവും അവിടുത്തെ നിർമ്മിതികളും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും കണ്ട് അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവവും അവരുടെ ജീവിത രീതിയും കണ്ട് ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ പേരാണ് ജപ്പാൻ. അങ്ങോട്ടേക്കാണ് എൻ്റെ ആദ്യത്തെ യാത്ര. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് മലേഷ്യൻ എയർലൈൻസിൻ്റെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിലാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ബിസിനസ് ക്ലാസ്സിലെ അവരുടെ അവെയർനെസ് കാര്യങ്ങളും മറ്റും പറഞ്ഞു തരുന്ന രീതിയാണ്. ഇപ്പോൾ പഴയ രീതിയെല്ലാം മാറ്റി ഇപ്പോൾ പാട്ടിലൂടെയൊക്കെയാണ്, എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലൂടെയാണ് ഇപ്പോൾ പല അവെയർനെസ്സിൻ്റെ കാര്യങ്ങളും പല എയർലൈൻസും കാണിക്കുന്നത്. നമ്മളങ്ങനെ ജപ്പാൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താനായിരിക്കുന്നു. നമ്മൾ ആദ്യം പോകുന്നത് ടോക്കിയോയിലാണ് പോകുന്നത്. ദൂരെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു മല പോലെ കാണുന്നതാണ് മൗണ്ട് ഫിജി. നമ്മളങ്ങനെ ജപ്പാൻ്റെ മുകളിലൂടെ എത്തിയിരിക്കുന്നു. രാത്രിയായി ഞങ്ങളവിടെ എത്തുമ്പോൾ. ഞാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ്. എൻ്റെ കൂടെ തന്നെ 10-40ഓളം ആളുകൾ വേറെയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ലഗേജ് എല്ലാം എടുത്ത് പുറത്തേക്ക് പോകാനുള്ള വഴിയിലാണ്. ജപ്പാൻ എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നു വെൽക്കം ടു ജപ്പാൻ എന്ന്. മനോഹരമായി തന്നെ ഉള്ള ഒരു എയർപോർട്ടാണ് ടോക്കിയോയിലുള്ളത്. ഇവിടെ ഇങ്ങനെ പല കാർട്ടൂണിൻ്റെ പിക്ചേഴ്സും കാണാം. പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ കണ്ടിരുന്ന പോക്കിമോൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിൻ്റെ പല പിക്ചേഴ്സാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞങ്ങളങ്ങനെ ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇദ്ദേഹമാണ്, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടർന്നു. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഗൈഡ്. ഇദ്ദേഹത്തിൻ്റെ പേര് ടോം എന്നാണ്. ഞങ്ങളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ഞങ്ങൾ ഇന്ന് രാത്രി തങ്ങുന്ന ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേര് മൈ സ്റ്റേ എന്നാണ്. നോക്കുക, ഇവരുടെ രീതിയിലുള്ള നമ്മളോടുള്ള ബഹുമാനം. ഏതൊരാൾ വരുമ്പോഴും അവർ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മളെ എല്ലാവരും സ്വീകരിക്കുന്നത്. ഇതുതന്നെയാണ് ജപ്പാനിലെ ഏതൊരു ആളെയും അവർ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള പല എയർലൈൻസിൻ്റെ ഫ്ലൈറ്റുകളുടെ ചെറിയ ഡെമോ കാണാം. ഇതാണ് ഇന്ന് രാത്രി ഞാൻ തങ്ങാൻ പോകുന്ന എൻ്റെ മുറി.